ഞാൻ നിങ്ങളുടെ മായ സുരേഷ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നാട്ടിലെത്തി, എൻ്റെ വീട്ടിലെത്തി കൊട്ടാരക്കരയിൽ. അന്നേരം പറമ്പിൽ കുറച്ച് പാവയ്ക്കയും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് നാടൻ പാവയ്ക്ക തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണ്ടേ. ബാ, നമുക്ക് പാവയ്ക്ക വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുന്തിരിപ്പാരയ്ക്ക. ഇതൊക്കെ പഴുക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത്. നല്ല മഴ വരുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നിറച്ച് പിടിച്ച് കിടക്കുക. കുറേയൊക്കെ പിച്ച് കേട്ടോ, ഞാൻ കുറേയൊക്കെ പിച്ച്. അപ്പോൾ നമുക്ക് മഴ വരുന്നു, പെട്ടെന്ന് നമുക്ക് പാവയ്ക്ക പറിച്ച് തോരൻ വെക്കാം. ഓക്കെ, ഒരുപാട് പാവയ്ക്ക ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഒരു മിനിറ്റ്. ഞാൻ ഈ പാവയ്ക്കയുടെ അരി എടുത്തിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. ഒന്നാമത് ഇത് മൂത്ത പാവയ്ക്കയും കൂടെ ആയതുകൊണ്ട് അരി എടുത്തിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. നല്ലപോലെ ചെറുതായിട്ട് കൊത്തി അരിയണം, കണ്ടില്ലേ? ഇതിൻ്റെ കൂടെ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇടണം കേട്ടോ. ഓരോന്ന് ഇടണം. പച്ചമുളക് ആവശ്യത്തിന്, നല്ല തേങ്ങ തിരിങ്ങിയതും കൂടെ ഇട്ട്. എന്താ മണം! നാടൻ പാവയ്ക്ക ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ഇളക്കുമ്പം വളരെ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാലേ, ഇത് പതുക്കെ നമ്മൾ ഇളക്കാവൂ. ഒരുപാട് ഞെവിടി ഇളക്കി കഴിഞ്ഞാൽ ഇത് നല്ല കയർപ്പ് വരും. അതുകൊണ്ട് പതുക്കെ ഇളക്കുക. ഈ കൂട്ടുകളെല്ലാം ചേർത്ത് നല്ല പതുക്കെ ഇളക്കി വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് അതിൽ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് നമ്മൾ കറിവേപ്പിലയും ഇട്ട് കടുക് വറുക്കണം. എനിക്ക് ഈ പഴയ പാത്രത്തിൽ പാചകം ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. നാട്ടിലാകുമ്പം അത് കുറേ ഉണ്ടേ. നമ്മൾ ഇതിനകത്ത് പാചകം ചെയ്യുന്ന പോലുള്ള ടേസ്റ്റ് നമ്മൾ പുതിയ പാത്രത്തിൽ കിട്ടത്തില്ലെന്നേ. എൻ്റെ സൗണ്ടുകൾ കേട്ടാലുണ്ടല്ലോ, ഞങ്ങളുടെ സുന്ദരി കോഴിപ്പെണ്ണുങ്ങളുണ്ട് ഇവിടെ 4 എണ്ണം. അതെല്ലാം ഓടിയെത്തും. കടുക് വറുത്തതിന് ശേഷം നമ്മൾ ആ തോരനെല്ലാം അതിനകത്തിട്ട് കൈവെള്ളമേ തളിക്കാവൂ. ഒരുപാട് വെള്ളം എടുത്തൊഴിക്കൽ, കൈവെള്ളം തളിച്ച് നമ്മളത് കൂട്ടി അടച്ചു വെക്കണം കേട്ടോ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഈ വർക്കേറിയിൽ നിന്ന് പാചകം ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാക്കയുടെയും കിളികളുടെയും ഒക്കെ സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. മരങ്ങളുടെ കാറ്റും. എന്താ സുഖം ഇവിടെ നിന്ന് പരിപാലിക്കാൻ. പാവയ്ക്ക തോരൻ റെഡിയായി. ഉപ്പ് നോക്കട്ടെ. സൂപ്പർ, ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. കോഴിപ്പെണ്ണുങ്ങൾ വന്ന് എന്നെ എപ്പോഴേ വിളിക്കുമായിരുന്നു.
തോരൻ റെഡിയായി. നമുക്ക് വാഴയിലയിലോട്ട് വിളമ്പാം. എന്താ മണം! ആ ഇലയുടെയും തോരൻ്റെയും കൂടെ മണം അങ്ങോട്ട് അടിച്ചപ്പോൾ എന്ത് ടേസ്റ്റായിരിക്കും ഇപ്പോൾ ഇത് കഴിക്കാൻ. പാവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. പുറത്ത് ഭയങ്കര മഴയായിരുന്നു. മഴയത്തായത് ഉണ്ടാക്കിയത് കേട്ടോ. ഈ പാവയ്ക്കത്തോരൻ എന്ന് പറഞ്ഞാൽ കയ്പ എല്ലാവരും പറയും, പക്ഷേ ഇതിന് കയ്പയെ കാണത്തില്ല. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പാവയ്ക്ക ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പാവയ്ക്കത്തോരൻ നമ്മൾ ഈ ഇതെല്ലാം കൂട്ടെല്ലാം ചേർക്കുമ്പം ഞെവടരുത്. ഒരുപാട് അങ്ങ് ഇളക്കി ഞെവിടുമ്പോഴാണ് കയ്പ് വരുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്ന് സ്മൂത്തായിട്ട് ഇളക്കിയേ ചെയ്യാവൂ. ഇളക്കിയിട്ട് ഇങ്ങനെ വെക്കണം. കടുവറുത്ത് ഞാനെല്ലാം കാണിച്ച് തരുന്നുണ്ടല്ലോ വീട്ടിൽ. എന്നാലും അതേപോലെ വെച്ച് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം നല്ല ടേസ്റ്റായിട്ടുള്ള തോരനാണ് പാവയ്ക്കത്തോരൻ. വളരെ എളുപ്പത്തിലും വെക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ശകലം കയർ പോണത്തിൻ്റെ സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ കടുവറുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വേണം താളിക്കാനും. അന്നേരം എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അന്നേരം ഈ തോരൻ എല്ലാവരും പരീക്ഷിച്ചിട്ട് കമൻറ്റ് ഇടണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തണം. കമൻറ്റ് ചെയ്യണം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വിട പറയുന്നു. ഇനി അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ഓക്കെ, ലവ് യു ആൾ. ബൈ.